ആലപ്പുഴ നഗരത്തിലെ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നടപടിയില്ലെന്ന് ആരോപണം. നഗരസഭയിലെ ഇടതുമുന്നണി കൗൺസിലർമാർ ആലപ്പുഴ വാട്ടർ അതോറിറ്റി പമ്പ് ഹൗസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ LDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി പമ്പ് ഹൗസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. ആലപ്പുഴ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ദുരവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് LDF പാർലമെന്ററി പാർട്ടി സമരം ആരംഭിച്ചത്. ആലിശ്ശേരിയിലെ വാട്ടർ അതോറിറ്റി പമ്പ് ഹൗസിന് മുന്നിലേക്കാണ് കൗൺസിലർമാർ മാർച്ച് നടത്തിയത്. പാർലമെന്ററി പാർട്ടി ലീഡർ VG വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഹരിക്കാൻ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അവർക്കുണ്ടാകുന്ന വിഷമതകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലാണ് ജനപ്രതിനിധികളുടെ നിലയിൽ എന്നെയും ഇവിടെ നിൽക്കുന്ന ഈ ബാക്കിയുള്ള ജനപ്രതിനിധികളെല്ലാം തെരഞ്ഞെടുത്തയച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം വായു പോലെ തന്നെയാണ് വെള്ളവും. അത് കൃത്യമായി കിട്ടിയില്ല എങ്കിൽ നമുക്കറിയാം ആലപ്പുഴയിലെ വെള്ളത്തെ സംബന്ധിച്ചെല്ലാം വലിയ ആക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കടപ്പുറയിൽ നിന്ന് പത്തനംതിട്ടയിലെ കടപ്പുറയിൽ നിന്നുള്ള വെള്ളം ആലപ്പുഴയിൽ എത്തിച്ച് ഈ ഒരു പദ്ധതി സമഗ്രമായൊരു കുടിവെള്ള പദ്ധതി ആലപ്പുഴ നടപ്പിലാക്കുന്നത്. ആ പദ്ധതി ഇന്നും ആ അർത്ഥത്തിൽ അർഹിക്കുന്ന അർത്ഥത്തിൽ പൂർണ്ണമായ തോതിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കയും സംശയവും വലിയ പ്രകടിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിന് അടിയന്തരമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ അതിശക്തമായ വികസന പ്രക്ഷോഭം ഈ ഓഫീസ് കോമ്പൗണ്ടിലേക്കും ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിലേക്കും എല്ലാം സമരങ്ങളുമായി ഞങ്ങൾ വരും. ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങളും തടസ്സപ്പെടാൻ കഴിയുന്നതിൽ ഒറ്റ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത രീതിയിലേക്കുള്ള പ്രതിഷേധവുമായിട്ടായിരിക്കും ഇനി ഇതിന് മുമ്പിലേക്ക് വരുന്നത്. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇത് സമാധാനപരമായ സമരമാണ്. ഇത് തികഞ്ഞ സമാധാനപരമായ സമരം. ഇവിടെ വന്ന് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുക എന്നത് മാത്രമാണ് ഞങ്ങൾ ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സൂചനാ സമരമാണ്. കുടിവെള്ള പദ്ധതികൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് VG വിഷ്ണു ആവശ്യപ്പെട്ടു. അമൃത് പദ്ധതിയിൽ 1000-ഓളം കുടുംബങ്ങൾക്ക് ഇനിയും കുടിവെള്ള കണക്ഷൻ ലഭിച്ചിട്ടില്ല. പൊതു ടാപ്പുകൾ അടച്ചതിനാൽ നിരവധി കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കാത്ത സാഹചര്യമുണ്ടെന്നും VG വിഷ്ണു പറഞ്ഞു. കേരള കോൺഗ്രസ് M കക്ഷി നേതാവ് ബിന്ദു തോമസ് അധ്യക്ഷത വഹിച്ചു. CPI പാർലമെന്ററി പാർട്ടി നേതാവ് ബീന ജോസഫ്, മുൻ നഗരസഭാ അധ്യക്ഷന്മാരായ KK ജയമ്മ, സൗമ്യ രാജ്, കൗൺസിലർമാരായ G ശ്രീജിത്ത്, L മായ, AS കവിത തുടങ്ങിയവർ സംസാരിച്ചു.